മഞ്ജുവിനെയും മഞ്ജുവിൻ്റെ ഏട്ടത്തെയൊക്കെ വിവരം അറിയിക്കണ്ടേ? മാർക്കോയാണ് പരിക്ക് പറ്റി കിടക്കുന്നത്. ആ വാർത്ത ഒരിക്കലും മഹാലക്ഷ്മിക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കണ്ണൻ സാറിന്റെ ഡ്രൈവറും ലോപ്പസും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ സാറേ. ആര് പോയെന്ന് പറഞ്ഞാലും മാർക്കോ രക്ഷപ്പെട്ടെന്നറിയാതെ എനിക്കൊരു സമാധാനമില്ലല്ലോ ജയബാല. അവന്റെ ആയുസ്സിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അവൻ ഇത്തിരിയെങ്കിലും ആപതുണ്ടെങ്കിൽ ഒരിക്കലും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൻ പറയില്ല. എന്റെ അടുത്തേക്ക് വരണമെന്നേ പറയൂ. നല്ല പരിക്കൊക്കെ ഉള്ളതുകൊണ്ട് സർജറി വേണ്ടി വരുമല്ലോ സാറേ? വേണം. അതാണ് എന്നെ അലട്ടുന്നത്. കണ്ണം പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വയ്യ. അങ്ങനെ പറയാൻ വയ്യ, അത് ചിന്തിക്കാനും വയ്യ. ഡോക്ടേഴ്സ് സർജറിയൊക്കെ നടത്തി അവനെ ഇങ്ങ് തന്നാ മതിയായിരുന്നു. ബാക്കിയൊക്കെ എനിക്കറിയാം. നല്ല ഉറപ്പുള്ള ശരീരം അവൻ്റെത്. മരുന്നൊക്കെ പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ പിടിക്കും. എല്ലാവർക്കും നന്മ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ മാർക്കോ? അതുകൊണ്ട് ദൈവം കൈവിടില്ല സാറേ. കൈവിടരുത്. കൈവിട്ടാലേ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെപ്പോലും എനിക്ക് കുറ്റപ്പെടുത്തേണ്ടി വരും. സാറേ, മഞ്ജുവാ. അവളിപ്പോ അവളുടെ ഏട്ടത്തിന്റെ അടുത്തുണ്ട്. കടുപ്പിച്ചൊന്നും പറയണ്ട. മാർക്കോയ്ക്കൊരു ചെറിയ അപകടം പറ്റിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ശരി സാർ. ഈശോയെ, കർത്താവേ, അവനൊന്നും വരുത്തരുതേ. മാതാവേ, ഹലോ മഞ്ജു. കണ്ണേട്ടിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ സാഗരേട്ടാ. അതാ വിളിച്ചത്. അത് പിന്നെ കണ്ണൻ സാറിന് കുഴപ്പമൊന്നുമില്ല. മാർക്കോയ്ക്ക് ചെറിയൊരു അപകടം പറ്റി. അയ്യോ, കുഴപ്പമൊന്നുമില്ല. കണ്ണൻ സാർ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഉടനെ അങ്ങോട്ട് വിളിക്കും. സാഗരേട്ടന് ഹോസ്പിറ്റലിലാണോ? ഞാൻ തോമസ് സാറിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ പോവാൻ മാത്രമൊന്നുമില്ല. ചെറിയൊരു അപകടം, അത്രയേ ഉള്ളൂ. ഇനി നീ നിന്റെ ഏട്ടത്തോട് പെരുപ്പിച്ചൊന്നും പറയണ്ട. ഞാൻ വിളിക്കാം. ആരാ ഹോസ്പിറ്റലില്? കണ്ണേട്ടനാണോ? അല്ല, മാർക്കോയാ. അയ്യോ, മാർക്കോയ്ക്ക് എന്തു പറ്റി? ചെറിയൊരു അപകടം പറ്റിയെന്നാ പറഞ്ഞത്. കണ്ണേട്ടൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞു. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? വേണ്ട, അപകടത്തിൽ പെട്ടെടുക്കുന്ന മാർക്കോയെ കാണാൻ എനിക്ക് വയ്യ. നമുക്ക് അമ്പലത്തിലേക്ക് പോകാംലേക്ക്. എന്നിട്ട് അപകടത്തിൽപ്പെട്ട മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭഗവാനോട് സങ്കടം പറയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് തന്നെയാ നല്ലത്. അകലെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, നല്ല ശക്തിയാ. അവിടേക്ക് തന്നെ നമുക്ക് പോവാം. അവിടെ 12 മണിക്ക് നടയടയ്ക്കൂ. ഞാനൊന്ന് തല നനച്ചിട്ട് വരാം. കണ്ണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഇനി മാർക്കോയുടെ കാര്യം അറിയില്ല. കുഴപ്പമില്ലെന്ന് സാഗരേട്ടൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഏട്ടത്തിയുടെ അടുത്ത് ആയതുകൊണ്ട് സാഗരേട്ടൻ അങ്ങനെ പറയത്തുള്ളൂ. ഇനി എന്താ അവിടെ നടന്നതെന്നൊന്നും അറിയില്ല. സാഗരേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടാ മാർക്കോ കണ്ണേട്ടന്റെയും മേഘന്റെയും പിന്നാലെ പോയത്. പിന്നെ മാർക്കോയ്ക്ക് എങ്ങനെ അപകടം പറ്റിയതെന്നാ മനസ്സിലാവാത്ത. അതാണ് എന്റെയും ഭയം. മാർക്കോയ്ക്ക് അപകടം പറ്റിയെങ്കിൽ കണ്ണേട്ടനും അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ എന്തൊക്കെയാ നടന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മഞ്ജു.